പ്രൈസ് ദി ലോർഡ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു ദിവസം തുടങ്ങുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചിട്ട് മാത്രമേ നമ്മൾ സ്ത്രീകളൊക്കെ ആണെങ്കിലും കിച്ചണിലേക്ക് പോകാവുള്ളൂ. അതായത് നമ്മൾ ജോലികൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ രാവിലെ കർത്താവോട് പ്രാർത്ഥിക്കാൻ മാത്രം പോരാ, ബൈബിൾ വായിച്ചിട്ട് വേണം നമ്മൾ ഒരു ദിവസം ആരംഭിക്കാനായിട്ട്. അങ്ങനെ വായിച്ച് ഉള്ള ദിവസവും നമ്മൾ ബൈബിൾ വായിക്കാതെ പ്രാർത്ഥിച്ച് മാത്രം പോകുന്ന ദിവസങ്ങളിൽ നമ്മളൊന്ന് നോക്കണം, തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ നോക്കണം. പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് നമ്മൾ പോകുമ്പോഴുണ്ടല്ലോ, ആ ഒരു ദിവസം മുഴുവൻ ഒരു ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് അന്നത്തെ കാര്യങ്ങളെല്ലാം വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും പ്രശ്നങ്ങളില്ലാതെയൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് വേണം നോക്കിയാൽ മനസ്സിലാകും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാതെ ബൈബിൾ വായിക്കാതെ തുടങ്ങുന്ന ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചു തുടങ്ങുന്ന ദിവസവും തമ്മിൽ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് ഈ ലോകത്തിൽ സമാധാന സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. പാപമില്ലാത്തൊരു ഹൃദയമായിരിക്കുക ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഓർക്കണം. അതൊക്കെ നമ്മളെങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്നുള്ളത് കർത്താവ് നമ്മോട് പറഞ്ഞു തന്നിട്ടാണ് പോയത്. ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എങ്കിലും ഞാൻ ജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, അതുകൊണ്ടാണ് അതിൽ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കഷ്ടങ്ങളുള്ള ഈ ലോകത്ത് നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് പൊയ്ക്കൊള്ളണം. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെല്ലാം വരുമെന്നാണ് കർത്താവായ യേശുക്രിസ്തു ബൈബിളിൽ കൂടി പറയുന്നത്. ഈ ലോകം ഒരിക്കലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അല്ല എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ നമ്മൾ യേശുക്രിസ്തു കൂടി ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്നവർ സ്നാനപ്പെടാത്തവരാണ് എങ്കിൽ യോഹന്നാൻ സുവിശേഷം വായിക്കുക. കർത്താവായ യേശുക്രിസ്തു സ്നാനം